എല്ലാവർക്കും കുക്ടെക്കിൻ്റെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ജോധ്പൂരിൽ തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ട മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് കാണാനായിട്ട് മറ്റ് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ മെഹ്റാൻഗർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഒരു 500-600 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ജസ്വന്ത് താഡ കാണാനാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഈ ജസ്വന്ത് താഡ എന്നല്ലേ? അതായത് മഹാരാജ സർദാർ സിംഗ് 1899 അദ്ദേഹത്തിൻ്റെ അച്ഛനായ മഹാരാജ ജസ്വന്ത് സിംഗ് രണ്ടാമൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച ഒരു സംഭവമാണ് ഈ ജസ്വന്ത് താഡ എന്ന് പറയുന്നത്. ഇത് അതായത് ഈ താജ്മഹലൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ താജ്മഹലൊക്കെ ഉപയോഗിച്ചുള്ള സെയിം മാർബിൾ, അതായത് മക്രാന മാർബിൾ എന്നുള്ള രാജസ്ഥാനിൽ ഉണ്ടാക്കുന്ന മക്രാന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കുന്ന മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ജസ്വന്ത് താഡയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു മാർബിൾ തന്നെയാണ്. ഇത് വെയിൽ തട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനിങ്, നല്ല ചൂടാണ്, പക്ഷേ ആ വെയിൽ തട്ടുമ്പോഴുള്ള ആ ഒരു ബ്യൂട്ടി ഭയങ്കര സംഭവമാണ്. ഇത് നിൽക്കുന്നത് നേരെ നമ്മുടെ മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മറ്റു വലിയ സംഭവങ്ങളൊന്നും കാണാനായിട്ടില്ല. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ബിൽഡിങ് കാണുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. ഇതിൻ്റെ മുന്നിൽ ഒരു ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ കാണാനുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ. കണ്ടില്ലേ, ഇതൊക്കെ പക്ക മാർബിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് സംഭവങ്ങളാണ് ആ കാണുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ആ കാണുന്നത് നമ്മളുടെ മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ ബൗണ്ടറിയാണ്, അതായത് മതിലാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെയുള്ള ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള വ്യൂകളാണ്. പിന്നെ ഒരു ഗ്രീനിഷ് ഒരു ഡോറ് പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ആ ഒരു കളറിനെ മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് വേറൊരു കളേഴ്സ് അവിടെ യൂസ് ചെയ്തില്ല, ഒരു ഗ്രീന് ഡോറ് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഇവിടുന്ന് നേരെ പോകുന്നത് ഉമൈദ് ഭവൻ പാലസിലേക്കാണ്. അതായത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ഒരു ചെറിയൊരിതായിട്ട് കാണാം, വ്യക്തമായിട്ട് കാണില്ല. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഓട്ടോ വിളിച്ച് പോകേണ്ട ദൂരമുണ്ട് ഉമൈദ് ഭവൻ പാലസിലേക്ക്. അത് ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഉമൈദ് ഭവൻ പാലസിനെ കുറിച്ചിട്ട് മനസ്സിലായത്, അതായത് ഏറ്റവും വലിയ രാജസ്ഥാനിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോമാണ്. അതായത് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് മഹാരാജ ഉമൈദ് സിംഗ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി താജ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഈ ഉമൈദ് ഭവൻ പാലസ്. ഇതിൽ നമുക്ക് സന്ദർശകരായിട്ട് കയറാൻ പറ്റുന്ന ഏരിയ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളെ ബാംഗ്ലൂർ പാലസൊക്കെ പോലെ കുറച്ച് ഭാഗ്യം നമുക്ക് കയറി കാണാൻ പറ്റുള്ളൂ. പക്ഷേ ബാംഗ്ലൂർ പാലസിനെ സംബന്ധിച്ച് ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പാലസൊക്കെ ഭയങ്കര എമൗണ്ടാണ്. ഇവിടെ അതില്ല, ഇവിടെ അത്രയ്ക്കൊന്നും എമൗണ്ട് ഇല്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് പറഞ്ഞാൽ വിൻറ്റേജ് കാറിൻ്റെ ഡിസ്പ്ലേ ആണ്. അതായത് അവിടെ യൂസ് ചെയ്തിരുന്ന വിൻറ്റേജ് കാറുകൾ, ഇതാണ് ഭയങ്കര ഫേമസ്. ഇത് കാണാനായിട്ടാണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണാൻ പോകുന്നത്. റോൾസ് റോയ്സുകളുടെ പലതരം റോൾസ് റോയ്സുകളുണ്ട്. അങ്ങനെ പല പല വണ്ടികൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതിൽ ഒന്ന്.
ഇനി ഉമൈദ് ഭവൻ പാലസിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 347 റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഇത് താജ് ഹോട്ടൽസാണ് ഇത് നോക്കി നടത്തുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1928 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുകയും 1943 ഇതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ താജ് ഹോട്ടൽസ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35,000 രൂപ മുതൽ 1,70,000 രൂപ വരെ വില വരുന്ന റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ അല്ലാത്ത ആളുകൾ, ഇപ്പോൾ താജ് ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ റൂമുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാത്ത ഭാഗങ്ങളിലേക്ക് മാത്രമാണ് നമുക്ക് പോയി കാണാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഈ റെസിഡൻസ് ഒന്ന് കാണാം എന്നുള്ളതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയകളാണ്. അത് ഈ രാജസ്ഥാൻ പോയപ്പോൾ കൂടുതൽ മനസ്സിലായതാണ്. ഈ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോട്ടോജനിക്കാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവർ ഉപയോഗിച്ചിരുന്ന പലതരം കാര്യങ്ങൾ, കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ടോയ്കൾ, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലോക്കുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഉമൈദ് ഭവൻ പാലസിലുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ഇതുപോലെ ഉമൈദ് ഭവൻ പാലസിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഒരു നോർമൽ ആളെ സംബന്ധിച്ച് ഇത്രയും എക്സ്പെൻസീവായിട്ട് ഒരു ദിവസത്തെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. പക്ഷേ അവിടെയൊക്കെ താജ് ഹോട്ടൽസിൻ്റെ റൂമുകളുണ്ട്. പക്ഷേ ഇതാണ് ഈ ഒരു ബ്യൂട്ടി ആസ്വദിച്ചിട്ട് നമുക്ക് പോരാം എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഒരു സ്റ്റെപ്പ് വെല്ല് കാണാനാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് വെല്ലാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കോട്ടയുടെ തൊട്ട് അടുത്തടുത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് വെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1740 ഈ സ്റ്റെപ്പ് വെല്ല് ഉണ്ടാക്കിയത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുർജിക്ക ജൽറ എന്നാണ് പറയുക. അതായത് ഇത് മഹാറാണി ജഗൻവാർ തുവർജി റാണി എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയതാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് തുർജിക്ക ജൽറ എന്നിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളാണ്. കുറേ സ്റ്റെപ്പുകൾ 200 അടി താഴ്ചയോളം വരുന്ന അങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു വെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുകാലമാണെങ്കിൽ വരെ ഈ അടിയിൽ വെള്ളമായതുകൊണ്ട് ഇവിടെ ഒരു തണുപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഒരു പ്രധാന ഫോട്ടോ പോയിൻ്റാണ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനൊരു സംഭവം. ഇതുപോലത്തെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും പഴക്കം ചെന്ന സംഭവം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും ഈ രാജസ്ഥാനിൽ ഉണ്ടാക്കുന്ന ഒരു റോസ് സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മെയിൻ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് അവിടുത്തെ പ്രധാന സ്ത്രീകളുടെ തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ അറിയണത് ഇതിലെ ആളുകൾ ഡൈവ് ചെയ്ത് കുളിക്കുന്നതും പരിപാടിയൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ നമ്മൾ പോയപ്പോൾ അങ്ങനെ കണ്ടില്ല. നമ്മളോട് ആരും അങ്ങനെ പറയുന്നതും കേട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ, ഇത് അത്രയും ആഴം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടി വരും. അങ്ങനത്തെ ഒരു, കാരണം കാലൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നേരെ താത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്കുള്ളത് ഒരു വാച്ച് ടവറാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പഴക്കമേറിയ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിലുള്ളൊരു മാർക്കറ്റാണ്. അവിടുത്തെ കെട്ടിടങ്ങളായിക്കോട്ടെ എല്ലാം ഒരു പഴഞ്ചൻ രീതിയിലാണ്. അവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ലാഭകരമായുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് പറ്റിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വാച്ച് ടവർ കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ അവസാനത്തെ സംഭവം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കുക. കയറിയിട്ട് നമുക്ക് ഈ വാച്ച് ടവർ ഒന്ന് കയറിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കിട്ടും.
ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇത് ആരും ഒന്നും ചെയ്യുന്നതല്ല. ഇതൊരു സെൽഫ് ബാലൻസിങ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ആവണതാണ്. ഇത് ഞങ്ങളോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അന്ന് കറങ്ങിയിരുന്ന അതേപോലെ തന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് ഓട്ടോമാറ്റിക്കലി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നാണ് പറയണത്. അപ്പോൾ അതാണ് അത്ര ഇതിൻ്റെ എൻജിനീയറിങ് പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.